നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ ഇടിച്ചു താഴ്ത്തുന്നതിൽ കോൺഗ്രസ് നേതാക്കളുടെ ചക്കളത്തി പോരാട്ടം വലിയ പങ്കുവഹിച്ചു എന്ന പരാതിയും വിമർശനവുമായി മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടവും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും അതാണ് PV അൻവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണമെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. PV അൻവറിനെ മിരുക്കിയെടുക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമത്തെ പിന്നിൽ നിന്ന് കുത്തി പാരവച്ചത് ചില കോൺഗ്രസ് നേതാക്കളായിരുന്നു അത്രേ. ലീഗുമായി സംസാരിച്ച് PV അൻവർ ഏറെക്കുറെ ഒരു അരികത്തെത്തിയതായിരുന്നു. അപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാതെ PV അൻവറെ കോൺഗ്രസിനുള്ളിലേക്ക് UDFിനുള്ളിലേക്ക് കയറ്റാൻ കഴിയില്ലെന്ന നിലപാട് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കൈക്കൊണ്ടത്. ലീഗ് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരറ്റം വരെ PV അൻവറിനെ പിടിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹത്തെ പിന്നോട്ട് തള്ളി കളത്തിന് പുറത്താക്കുന്ന നടപടിയാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇത് ഒട്ടും ശരിയല്ലെന്നുമാണ് വളരെ രോഷത്തോടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള ആളുകൾ ലീഗിൻ്റെ ഈ സൗമനസ്യത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും PV അൻവറെ കൂടുതൽ കോർണർ ചെയ്ത് അദ്ദേഹത്തെ UDFിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വം പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ PV അൻവറിന് അനുകൂലമായും പ്രതികൂലമായും അണിനിരക്കുന്നപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ കുഴപ്പത്തിലായത് UDFിൻ്റെ നിലമ്പൂരിലെ വിജയ സാധ്യതകളായിരുന്നു അത്രേ. UDFിന് നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുന്ന വോട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിഷ്പ്രയാസം നിലമ്പൂരിൽ നിന്നും വിജയിക്കാനുള്ള വോട്ടുണ്ടായിട്ടും അതിനുള്ള സാഹചര്യം ഒത്തുവന്നിട്ടും കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം ചക്കളത്തി പോരാട്ടം നടത്തി അതെല്ലാം കുളമാക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത്. PV അൻവറെ UDFിലെത്തിക്കാനുള്ള ലീഗിൻ്റെ എല്ലാ നീക്കങ്ങളെയും തുരങ്കം വച്ച് തകർത്തത് കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെയാണെന്നും അല്ലാതെ ലീഗല്ല അൻവറിനെ പിന്നിൽ നിന്നുകുത്തി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയതെന്നുമാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. വളരെ കടുത്ത അസംതൃപ്തിയാണ് ഇക്കാര്യത്തിൽ ലീഗ് നേതാക്കൾക്ക് കോൺഗ്രസിനോടുള്ളത്. വിജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു സീറ്റിൽ പോലും, അതും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ട് പോലും ഈ വിജയത്തോടെടുക്കാൻ അല്ലെങ്കിൽ വിജയം കൈപ്പിടിയിലൊതുക്കാൻ കഴിയാത്തത്ര വിധത്തിൽ പരസ്പര ഭിന്നതയും പോരാട്ടവുമാണ് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതെന്നും ഒരു നേതാവിന് മറ്റൊരു നേതാവിന് വിശ്വാസമില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞിട്ട് പോലും ഒരു നേതാവും കേൾക്കുന്നില്ലെന്നുമാണ് ലീഗിൻ്റെ പ്രധാന പരാതി. ലീഗ് ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും അത് ഞങ്ങൾ സോൾവ് ചെയ്തോളാമെന്നും പറഞ്ഞ് ലീഗിനെ മാറ്റി നിർത്തുകയായിരുന്നു അത്രേ. അതുകൊണ്ടാണ് PV അൻവർ വിഷയം ഇത്രയധികം നീണ്ടുപോകാൻ കാരണമെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും അൻവറുമായി നടത്തിയ ചർച്ചകളിൽ അൻവറിനെ UDFിൻ്റെ അസോസിയേറ്റഡ് മെമ്പറാക്കാമെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ UDFിൽ ഒരു ഘടകകക്ഷിയാക്കി എടുക്കാമെന്നുമെല്ലാമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ട് ആദ്യം ഇദ്ദേഹം പരസ്യമായി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം UDFിൽ കയറ്റുന്ന കാര്യം ആലോചിക്കാമെന്നുള്ള നിലപാട് എടുത്തതോടുകൂടിയാണ് അൻവർ പിന്നോക്കം വലിഞ്ഞത്. ഈ ഒരു നിബന്ധന അൻവറിൽ അടിച്ചേൽപ്പിക്കാതിരുന്നെങ്കിൽ അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നുവെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ചക്കളത്തി പോരാട്ടമാണ് നിലമ്പൂരിൽ ഈ രാഷ്ട്രീയ പ്രതിസന്ധി UDFിന് സമ്മാനിച്ചതെന്നുള്ള കാര്യത്തിൽ ലീഗ് നേതാക്കൾക്ക് തർക്കമില്ല. ആ ഒരു എതിർപ്പ് അവർ കൃത്യമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഇനി നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ നിസ്സംശയം പറയുന്നത്.